ബിൽറ്റി. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബറിലാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 3 തവണ ഞാൻ പ്രഗ്നൻ്റായി, 3 പ്രാവശ്യം അബോർഷനായി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അബോർഷന് റീസൺസ് ഒന്നും ഡോക്ടേഴ്സ് പറഞ്ഞില്ല. അവർ എല്ലാ ടെസ്റ്റുകൾ ചെയ്തപ്പോഴും എല്ലാം നോർമലാണെന്നാണ് പറഞ്ഞത്. 3ാമത്തെ അബോർഷന് ശേഷം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ കൃപാസനം ആൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ ലാസ്റ്റ് സെപ്റ്റംബർ 30-നാണ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ആ ദിവസം ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി. ലാസ്റ്റ് മെയ് 24-ന് ഞങ്ങൾക്ക് മാതാവ് ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കൂടാതെ ഞാൻ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ OET എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. OET എക്സാം പാസ്സാകുന്നതിനും UK-യിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്നതിനും മാതാവിനെ സഹായിച്ചു. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ UK-യിൽ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ അത് ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിന്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി റിക്വസ്റ്റ് ചെയ്തു ഞാൻ ആ കോഴ്സ് സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ യൂണിവേഴ്സിറ്റി അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതിനുള്ള ഫണ്ടും കാര്യങ്ങളും എല്ലാം ഹോസ്പിറ്റലുകാരാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലും അത് ആ കോഴ്സ് സ്കിപ്പ് ചെയ്യുന്നതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ. അങ്ങനെ ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. മാതാവ് എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ലാസ്റ്റ് മന്തിൽ അതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് എല്ലാ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനും പാസ്സാകുന്നതിനും മാതാവിനെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് ദുഃഖങ്ങൾ വന്നാലും ഞങ്ങൾ മാതാവിനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവ് എല്ലാം ഞങ്ങൾക്കിപ്പോൾ നടത്തി തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾ തന്നതിനും മാതാവിന് കോടാനുകോടി നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാനും ഹസ്ബൻഡും എന്നും കൃപാസന പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഞങ്ങൾ 2 പേരും ചൊല്ലും. കൂടാതെ അരമണിക്കൂർ ബൈബിൾ വായനയും മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം ഞങ്ങളുടെ ആത്മീയ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യും. കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 42-ാം തിരുവചനം 31-ാം തിരുവചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വേണ്ടി, വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങളും ദൈവമഹത്വത്തിനും വേണ്ടി, ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാൻ വേണ്ടിയാണെന്നാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും ഈ അൾത്താരയിൽ നിന്ന് വിളിച്ചോതുന്നത്. ഈ ദമ്പതികൾക്ക് 4 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു മനോസങ്കടത്തിൽ അവരോട് ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അവരുടെ എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോ എല്ലാം എടുത്തു മാറ്റി അവർക്കൊരു നല്ല കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വലിയ സാക്ഷ്യം ഇതാണ്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകളെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക. അവർ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇവരുടെ കാരുണ്യപ്രവൃത്തികളും ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുമ്പോൾ നമ്മുടെ എത്ര അസാധ്യമായ കാര്യങ്ങളും എത്ര സമയം നീളുന്ന കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മ അത് സാധ്യമാക്കി കൊടുക്കുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു 4 വർഷമായിട്ടുള്ള ഇവരുടെ ഒരു വലിയ സങ്കടം പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് പുതുക്കിയതിന് ശേഷം തന്നെ ഇവർ വളരെ പെട്ടെന്ന് കൺസീവായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ബിൽറ്റി OET എക്സാം എഴുതുമ്പോഴുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും, പഠനത്തിലും ഇൻ്റർവ്യൂവിനൊക്കെയുള്ള എല്ലാ തടസ്സങ്ങളും പരിശുദ്ധ അമ്മ മാറ്റി കൊടുത്തുകൊണ്ട് ഈ മകളെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും വാത്സല്യത്തോടുകൂടി പരിശുദ്ധമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇവർക്ക് സാധ്യമാക്കുകയും ചെയ്തു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. കാരണം ഉടമ്പടി ജീവിതം ഒരു അച്ചടക്കമുള്ള ഒരു ആധ്യാത്മികതയുടെ അച്ചടക്കമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നതും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, മുന്നോട്ട് വയ്ക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം വിശുദ്ധ ബലികളാണ് നാം നഷ്ടപ്പെടുത്തിയതെന്ന് ഒരു നഷ്ടബോധം പോലെ നമുക്ക് തോന്നിപ്പോകുമ്പോൾ ഒരുപാട് മുന്നോട്ട് നീങ്ങുവാനും നിത്യതയോളം ഈശോയോടൊപ്പം സഞ്ചരിക്കുവാനും ഈശോയെ സ്വന്തമാക്കുവാനുമുള്ള ഒരു വലിയ ആഗ്രഹവും തീക്ഷ്ണതയുമാണ് ഉടമ്പടി ജീവിതം നമുക്കായി പ്രദാനം ചെയ്യുന്നത്. അതിനാൽ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത തീരുമാനങ്ങളിലും അവിടുന്ന് തന്നെ നമ്മെ നിയന്ത്രിക്കുകയും നമ്മുടെ തീരുമാനങ്ങളെയും പദ്ധതികളെയും അവിടുത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഈ സാക്ഷ്യത്തോട് ചേർത്ത് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്കായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ ഗ്രാൻഡ് പാരൻസിനെയും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല കൈയോടുകൂടി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.